എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2024 മോഡൽ സുസുക്കിയുടെ ബർഗ്മാൻ്റെ സ്ട്രീറ്റ് വേരിയൻ്റാണ്. ഈ സ്കൂട്ടർ മെയിനായിട്ട് 3 വേരിയൻ്റാണ് ഇറങ്ങുന്നത്. സ്ട്രീറ്റ് ഉണ്ട്, സ്ട്രീറ്റ് റൈഡ് കണക്ഷൻ ഉണ്ട്, പിന്നെ EX റൈഡ് കണക്ഷൻ, അങ്ങനെ 3 വേരിയൻ്റ് വരുന്നുണ്ട്. ഇത് എൻട്രി ലെവൽ മോഡൽ, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് മോഡൽ എന്നൊക്കെ പറയാവുന്ന വേരിയൻ്റാണ് ഇതിൽ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഹൈ എൻഡ് മോഡൽ വരുമ്പോൾ എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ലഭിക്കുന്നു എന്നുകൂടെ ഞാൻ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ കൈയോടെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പർ ആയിക്കൊള്ളുക. കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ പുതിയ സ്കൂട്ടേഴ്സിൻ്റെയും 2 വീലേഴ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ചാനൽ വ്യൂവർ ആയി കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ 2 വീലേഴ്സിൻ്റെയും അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. ഇതൊരു മാക്സി സ്പോർട്സ് സ്കൂട്ടർ എന്നൊരു കോൺസെപ്റ്റിലാണ് ഈ സ്കൂട്ടർ വരുന്നത്. അതായത് മാക്സിമം സ്റ്റോറേജ്, മാക്സിമം കംഫർട്ട്, മാക്സിമം പവർ, അതുപോലെ മൈലേജിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു 60-65 റേഞ്ച് മൈലേജ് വരുന്ന നല്ലൊരു വലിപ്പമുള്ളതും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സ്കൂട്ടറാണ് നമ്മുടെ സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ, അതായത് ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാഹനത്തിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത്ര വലിപ്പമുള്ള സ്കൂട്ടർ ആയി പോലും ഫുൾ എയർ കട്ട് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഡിസൈനാണ് സുസുക്കി ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ കവറാണ്. ഹൈ ക്വാളിറ്റി ഫൈബർ മെറ്റീരിയലിലാണ് ഈ ഹാൻഡിൽ കവർ അവർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഡ്യുവൽ ടോണാണ്, മാറ്റ് ബ്ലാക്കും കൂടാതെ ഗ്ലോസി ബ്ലാക്കും ഡിസൈനിലാണ് ഹാൻഡിൽ കവർ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വളരെ സ്പോർട്ടിയായിട്ടും വളരെ കംഫർട്ടബിളായിട്ടുള്ള യാത്രയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് താഴെയുള്ള പോർഷനിലും ഗ്ലോസി ബ്ലാക്ക് കളർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പിയറൻസ് ആണ്. അതിന് ഏറ്റവും അധികം മാറ്റ് കൂടുന്നതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഈ ബോഡി വിൻഡ് സ്ക്രീനാണ്, അല്ലെങ്കിൽ നമുക്കൊരു വിൻഡ് ഷീൽഡ് എന്നൊക്കെ പറയാം. എയറോഡൈനാമിക് ആയിട്ട് വണ്ടി യാത്ര ചെയ്യുമ്പോൾ അത് എയർ കട്ട് ചെയ്ത് പക്കയായിട്ട് നമ്മൾ ക്രൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ സൈഡ് പോർഷൻസും ഇതുപോലെ തന്നെ കുറച്ച് ബൾജി ആണെങ്കിൽ തന്നെയും നല്ല എയർ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരുന്നത് ഹാലജൻ ബൾബുകളാണ്. കുറച്ച് വലിപ്പമുള്ള ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്ന് മറ്റുള്ളവർ നോക്കിയാൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്യുന്നിടത്ത് കാണാനും നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണ് നിങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പരിശോധിക്കാം. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും അതുപോലെ തന്നെ പൊസിഷനിങ് ലൈറ്റ് ആയാലും എല്ലാം തന്നെ LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രിപ്പ് പോലെ വരുന്ന ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള LED പൊസിഷനിങ് ലൈറ്റാണ് വരുന്നത്. 2 സൈഡിലേക്കും 2 ബൾബുകളാണ് സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ നടുക്കായിട്ടാണ് HID അല്ലെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റ് വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ബൾബുകളാണ്. ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് LED ബൾബ് വരുന്നുണ്ട്. ഫ്രണ്ട് ഫെൻഡർ, അതായത് മഡ് ഗാർഡ് വരുന്നത് മെറ്റലാണ്, ഫൈബർ ഒന്നുമല്ല. മഡ് ഗാർഡിൻ്റെ സൈഡിലായിട്ട് 2 സൈഡിലും റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെം ട്യൂബ് നല്ല ലോങ് ആയിട്ടുള്ള സ്റ്റെം ട്യൂബ് ആയതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ടും വളരെ സ്റ്റേബിളായിട്ട് യാത്ര ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൂടാതെ 12 ഇഞ്ച് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ടയർ സൈസ് പറയുകയാണെങ്കിൽ 90-12 ട്യൂബ്ലെസ് ടയറാണ് നമ്മുടെ സ്കൂട്ടറിന് തരുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് നമ്മൾ സേഫ്റ്റിക്കായിട്ട്. 120 mm ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. സിംഗിൾ സിലിണ്ടർ യൂസ് ചെയ്തിട്ടുള്ള ബ്രേക്ക് സിസ്റ്റമാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ഡ്യുവൽ സിലിണ്ടറെങ്കിലും വേണമായിരുന്നു. കാരണം വെച്ചാൽ ഇത്ര വലിപ്പവും വെയിറ്റും വരുന്ന വണ്ടിയാണ്. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി സ്റ്റോപ്പായി നിൽക്കണമെങ്കിൽ ഡ്യുവൽ സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നേനെ റൈഡറിന്. പിന്നെ അത് കൂടാതെ കോമ്പി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഏത് സൈഡിൽ ബ്രേക്ക് പിടിച്ചാലും ഓപ്പോസിറ്റ് സൈഡും കൂടി വന്നിട്ട് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഈ സ്കൂട്ടറിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തിയത് ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടിരുന്ന വണ്ടി റൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷനും തമ്മിൽ ചെറിയൊരു എന്താ പറയുക, ഒരു 60-65 ഡിഗ്രി ചരിവേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇരുന്ന് നോക്കിയിട്ട് ആൾക്ക് പ്ലാറ്റ്ഫോമിൽ ചവിട്ടി വെച്ച് ഓടിക്കാം. അതല്ലെങ്കിൽ കാല് വേണമെങ്കിൽ കുറച്ചുകൂടി പൊക്കി മേളിലേക്ക് ചവിട്ടണമെങ്കിൽ അതിനുള്ള സംവിധാനവും കമ്പനി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ മാക്സി സ്പോർട്സ് സ്കൂട്ടർ കാറ്റഗറിയിൽ വരുന്ന സ്കൂട്ടറുകൾക്ക് മാത്രം വരുന്നൊരു ഫീച്ചറാണ്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് റൈഡറിന് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഒന്നുകൂടി അടുപ്പിച്ച് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടത്. ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പോർഷനിൽ ശരിക്കും കാല് വെച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു ഗ്രിപ്പ് പോലെയുള്ളൊരു പോർഷൻ. ഈ കാണുന്ന പോർഷനിലാണ് ഈ കാല് വെച്ച് ചവിട്ടാനുള്ള ഗ്രിപ്പ് പോലെ അവർ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നത്. ഇതൊരു മൾട്ടി ഫങ്ഷൻ കീ ആണ്. സീറ്റ് ഓപ്പൺ ചെയ്യുന്നതും ഈ കീ തന്നെ നമുക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് 3 കിലോ വെയിറ്റ് താങ്ങാവുന്നൊരു ഹുക്ക് കൂടെ വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് സൈഡ് ഗ്ലോ ബോക്സ് വരുന്നത്. ഇത് ഓപ്പൺ ഗ്ലോ ബോക്സ് ആണ്. 1/2 ലിറ്റർ സ്റ്റോറേജ് ആണ്. നമുക്ക് പേഴ്സ് മൊബൈലൊക്കെ വെക്കാം. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ഈ ഗ്ലോ ബോക്സിൻ്റെ അകത്ത് നമുക്ക് അതായത് മൊബൈൽ ഫോണിന് USB ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചാർജർ അതിൽ കണക്ട് ചെയ്തിട്ട് മൊബൈൽ ഫോൺ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ സേഫായിട്ട് വണ്ടിയിൽ മൊബൈൽ ഫോൺ ഇരുന്നോളും. വേറെ കാര്യങ്ങൾ നോക്കേണ്ടി വരില്ല. സീറ്റിന് താഴെയും ഒരു ഹുക്ക് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ
ഹാൻഡിൽ ബാർ വരുന്നത്. ഇത് വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. സ്വിച്ചസ് എല്ലാം തന്നെ വളരെ എർഗണോമിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നടുവിലായിട്ട് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് വരും, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഹെവി ക്വാളിറ്റി ഫൈബറാണ്, അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും സെൽഫ് സ്റ്റാർട്ടിൻ്റെയും ബട്ടൺ, സിംഗിൾ ബട്ടണിൽ തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വരുന്നത്. നമുക്ക് സ്ട്രീറ്റ് എഡിഷൻ ആകുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഡിജിറ്റലായിട്ട് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ടൈം, ഫ്യൂൽ ഗേജ്, ഇത്രയും സാധനങ്ങൾ ഡിജിറ്റൽ ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും. അതിൻ്റെ സൈഡിൽ ഇൻഡിക്കേറ്റർ, എൻജിൻ മാൽ ഫങ്ഷൻ, അതുകൂടാതെ ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 2 ബട്ടണാണ്, സെലക്ട് ബട്ടൺ ഉണ്ട്, അഡ്ജസ്റ്റ് ബട്ടൺ ഉണ്ട്. അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ടൈമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്, റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെലക്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ട്രിപ്പ് മാറി, ട്രിപ്പ് ബി ആയി. അത് കൂടാതെ ഇപ്പോൾ ബാറ്ററിയുടെ ചാർജ്, ബാറ്ററിയുടെ അവസ്ഥ എന്താണ്, ബാറ്ററി ഇപ്പോൾ കറണ്ട് എത്ര ചാർജ് കിട്ടുന്നൂടെ കാണിക്കുന്നുണ്ട്. നമ്മളിത് മാറി ബ്ലൂടൂത്ത് ഉള്ള മോഡലോ അല്ലെങ്കിൽ റൈഡ് കണക്ട് എഡിഷനോ എടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ കിട്ടുന്നതാണ്. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് മോഡലിൽ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഹൈ എൻഡ് മോഡൽ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് അഡീഷണൽ കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. സീറ്റിൻ്റെ താഴെ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി 21.5 ലിറ്ററാണ് വരുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തതാണ്. ഇതൊരു ഹെൽമെറ്റ് ഇരിപ്പുണ്ട്, എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ 2 സൈഡിലായിട്ട് വെച്ച് കൊണ്ടുപോകാവുന്നൊരു കാര്യമാണ്. സീറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. 5.5 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അത്യാവശ്യം വലിപ്പമുള്ള ടാങ്കാണ്. കാരണം 5.1, 5.2 ലിറ്ററൊക്കെ ടോട്ടൽ കപ്പാസിറ്റി വരാറ്. സീറ്റിൻ്റെ ഹൈറ്റ് 780 mm ആണ്. കുറച്ച് പൊക്കമുള്ള ആൾക്കാർക്ക് വേണം, ഒരു 5 അടി 4 ഇഞ്ചിന് മേളിൽ പൊക്കമുള്ള ആളുകൾ ഇരുന്നാൽ മാത്രമേ കാല് താഴെ എത്തുള്ളൂ, കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടിയുടെ ആകെ വെയിറ്റ് വരുന്നത് 110 കിലോഗ്രാമാണ്. ഇതുപോലെ ബർഗ്മാൻ സ്ട്രീറ്റ് എന്നുള്ള നല്ല അടിപൊളി ഒരു 3D ബാഡ്ജിങ്, സീറ്റിന് താഴെ പൊസിഷനിൽ വരുന്ന നമ്മുടെ ഫുഡ് റെസ്റ്റ് എല്ലാം തന്നെ അലൂമിനിയം മെറ്റീരിയൽ ഉള്ള ഫുഡ് റെസ്റ്റാണ്. ബാക്ക് സൈഡിൽ നല്ല സ്പോർട്ടി ആയിട്ട് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള എയറോഡൈനമിക് ആയിട്ടുള്ള അടിപ്പനൊരു ഗ്രാബ് റെയിൽ ബാക്കിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു എടുത്ത് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനാണ്. ആക്സസ് ആവനീസ് ഇതിൽ വരുന്ന സെയിം ടു സെയിം എഞ്ചിൻ തന്നെയാണ്. വെച്ചാൽ എഞ്ചിൻ സെയിം ആണ്, പക്ഷേ അതിൻ്റെ വേരിയൻസ് കപ്പാസിറ്റി മാറിയിട്ടുണ്ട്. 124 cc ആണ്, പവർ 8.7 PS ആണ്, ടോർക്ക് വരുന്നത് 10 Nm ആണ്. 0 to 60 കവർ ചെയ്യാൻ നമുക്ക് 8.7 സെക്കൻഡ് മാത്രം വരുന്നത്. അത് ആക്സിസിനേക്കാളും കുറവ് മതിയാവും നമുക്ക്. ടോപ്പ് സ്പീഡ് 95 km/h ആണ്. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ലിറ്റർ ഫ്യൂലെങ്കിലും നമുക്ക് റിസർവായിട്ട് വാഹനത്തിൽ എപ്പോഴും വേണം. മൈലേജ് ഒരു 55-നും 60-നും റിയൽ മൈലേജ് നമുക്ക് കസ്റ്റമേഴ്സിന് ഒത്തിരി കിട്ടുന്നുണ്ട്. നമ്മുടെ കൺവീനിയൻസിനായിട്ട് ഓൾറെഡി കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ വാഹനത്തിൽ അവൈലബിൾ ആണ്. അലൂമിനിയം ഫുഡ് റെസ്റ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ഹെവി ക്വാളിറ്റി ഫൈബർ എന്ന് തന്നെ പറയാം. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഹെവി ക്വാളിറ്റി ഫൈബറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ക്യാഷിനുള്ള, നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള ക്വാളിറ്റി അവർ വാഹനത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ് വരുന്നത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു LED റിയർ കോമ്പിനേഷൻ ലൈറ്റ്സ് ആണ് നമ്മുടെ സ്കൂട്ടറിന് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. സുസുക്കിയുടെ ബാഡ്ജിങ് വരുന്നത്. നമ്പർ പ്ലേറ്റിന് താഴെ വരെയും അഡീഷണൽ ലൈറ്റ് നമ്മുടെ സ്കൂട്ടറിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഞാനൊന്ന് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു സൈലൻസറിൻ്റെ ഷീൽഡ് അല്ലെങ്കിൽ സൈലൻസറിൻ്റെ കവർ, മഫ്ലർ കവറാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് വളരെ എന്താ പറയുക, ഒട്ടും സൗണ്ടില്ല. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് സ്കൂട്ടർ സ്റ്റാർട്ടായിരിക്കും. ആക്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന പോലത്തെ ആ ഒരു ക്രാങ്കിൻ്റെ പോലത്തെ ഒരു ശബ്ദമൊന്നും ഇതിന് വരുന്നില്ല. അഡീഷണലായിട്ട് പിന്നെ ടയർ ഹഗർ നമ്മുടെ സ്കൂട്ടറിന് ഇൻബിൽറ്റ് വരുന്നുണ്ട്. 90-110 ട്യൂബ്ലെസ് ടയർ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. 130 mm ആണ് ബാക്ക് ഡ്രം ബ്രേക്കിൻ്റെ സൈസ് വരുന്നത്. 10 ഇഞ്ച് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയിൽ തന്നെയാണ് റിയർ സൈഡിലും നമ്മുടെ സ്കൂട്ടറിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ടയർ 10 ഇഞ്ചേ വരുന്നുള്ളൂ. ഹൈ എൻഡ് മോഡൽസിൽ നമ്മളിപ്പോൾ റൈഡ് കണക്ട് എഡിഷനൊക്കെ എടുക്കുമ്പോൾ ടയർ മാറുന്നുണ്ട്. 12 ഇഞ്ച് ടയർ നമുക്ക് അഡീഷണലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്കൂട്ടറിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ്. ഇതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാലും ഇല്ലെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. 3 വേരിയൻറ്റ് വരുന്നുണ്ട്. 1.19 ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. ബേസ് മോഡലാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്ട്രീറ്റിന് തന്നെ ബ്ലൂടൂത്ത് എഡിഷൻ വരുന്നുണ്ട്. അതിന് 1.27 വരും. അതിപ്പോൾ മീറ്റർ മാറി നമ്മുടെ സുസുക്കി ആക്സസ് റൈഡ് കണക്റ്റിൽ വരുന്ന പോലത്തെ മീറ്റർ അഡീഷണൽ ആയിട്ട് ഒരു EX എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നത് റൈഡ് കണക്റ്റ്. അതാകുമ്പോൾ ഫുള്ള് മാറുന്നുണ്ട്. ഞാനപ്പോൾ EX നിങ്ങൾ എടുക്കുകയാണെങ്കിൽ EX മോഡലിൽ എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. EX മോഡൽ നമ്മൾ ആദ്യമായിട്ട് ബേസിക് ആയിട്ട് വരാമെന്ന് വെച്ചാൽ അതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ മാറിയിട്ട് റൈഡ് കണക്റ്റ് സപ്പോർട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രിം ഉണ്ടോ, ഈ ഗ്ലോസി ബ്ലാക്ക് ട്രിം മാറിയിട്ട് സിൽവർ ട്രിം ആവും. ഈ 2 സൈഡിലും മാറിയിട്ട് സിൽവർ കളറിൽ ട്രിം വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു പൊസിഷനിലും ഈ ഗ്ലോസി ബ്ലാക്ക് മാറിയിട്ട് സിൽവർ ട്രിം വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ മീറ്റർ അപ്പാടെ മാറിയിട്ട് റൈഡ് കണക്റ്റ് എഡിഷനിലുള്ള മീറ്റർ വരും. അതിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ 10x10 നാവിഗേഷൻ, അങ്ങനെ ഏകദേശം 12ഓളം ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയർ മാറും.
12 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ വരും. അതുകൂടാതെ അലോയ് വീലിൻ്റെ ഡിസൈനും ചേഞ്ച് ആവുന്നുണ്ട്. വേറെ ടൈപ്പ് ഡിസൈനിലുള്ള അലോയ് വീലായിരിക്കും നമ്മുടെ സ്കൂട്ടറിന് കമ്പനി നൽകുക. പക്ഷേ പ്രൈസിങ്ങിലും ഏകദേശം നല്ല വ്യത്യാസമാണ് കണ്ടോ. 1.19 1.46 വരുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ സ്കൂട്ടർ ഫുൾ ഓപ്ഷനിലേക്ക് മാറുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു മാക്സി സ്പോർട്സ് സ്കൂട്ടർ കാറ്റഗറിയിൽ വളരെ കുറച്ച് 4-5 വണ്ടികളെ ആയിക്കൂടി 4-5 സ്കൂട്ടറുകളെ ആയിക്കൂടി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 1.19 റേഞ്ചിൽ വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ് വളരെ നല്ലൊരു ചോയ്സാണ് എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ സുസുക്കി ബർഗ്മാൻ 125cc ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമുക്കിത് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എയറോക്സിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു. യമഹ എയറോക്സ് 155. അപ്പോൾ ബർഗ്മാനായിട്ട് കമ്പാരിസൺ വേണമെന്ന് പറഞ്ഞ 1-2 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഷോറൂമിൽ ചെന്നത്, സുസുക്കിയുടെ ഷോറൂമിൽ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് വണ്ടിയുടെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ പ്രൈസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എഞ്ചിൻ കപ്പാസിറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ നമുക്കൊരു കമ്പാരിസൺ ഇടാൻ പറ്റുന്നൊരു റേഞ്ചല്ല ഈ 2 സ്കൂട്ടറുകളും. കണ്ടാൽ രണ്ടും ഒരു മാക്സി സ്കൂട്ടർ കോൺസെപ്റ്റാണ്, പക്ഷേ എൻ്റെ ഡിഫറൻ്റ് ആണ് 2 സ്കൂട്ടർ തമ്മിൽ. നമുക്കൊരു കമ്പാരിസൺ ഇത് രണ്ടുമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉടനെ തന്നെ ഹോണ്ട ഡിയോ 125 ആയിട്ട് ഇതിനെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് പറയാനായിട്ടാണ് വീഡിയോ ലൈവ് വന്നത്. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഇതുപോലെ ഓട്ടോമൊബൈലായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകാർക്ക്, ഫാമിലി മെമ്പേഴ്സിന് എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, അവരെ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഹെൽപ്പ് കൂടിയില്ലെങ്കിൽ എനിക്കൊന്നും ആവാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സൈനിങ് ഓഫ്. ബൈ ബൈ.